നിങ്ങൾ CCTV ഫൂട്ടേജ് ഒന്ന് കണ്ടോളൂ. അവൻ കയ്യിൽ കൊടുത്തോണ്ട് വരുന്നു, അവൻ കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സംഭവം നടന്നുവെന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് പ്രയാസമാണ്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാരിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിലെ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. കുറച്ച് ദിവസങ്ങളായി പോയിട്ട്. പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് തന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക് അവരുടെ കാരണം ഇതിനകത്ത് പറയുന്നത് മറ്റൊന്നുമല്ല. എന്താണ് ഈ പറയുന്ന അഖിലിന് മറ്റൊരു സ്ത്രീയുമായിട്ട് പരസ്ത്രീ ബന്ധമാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, അറിയും, അത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ള ഒരു കൊച്ചായിരുന്നു. നമ്മൾ കണ്ടതാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണൊക്കെ മാലദ്വീപ്സിലൊക്കെ പോയിട്ട് ലക്ഷറി ലൈഫ്. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കൈയില്ല, കാലില്ല. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് എന്തോ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. സോ ബസ്സിലെ കിളി ഉണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. ഈ യുവതലമുറ ഇങ്ങനെ വഴിപഴച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമാണ്. അതിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഒരുമാതിരി മറിച്ചടത്ത പരിപാടി തന്നെ. സംഭവം എന്താണെന്ന് അറിയോ, ഇതും ഇട്ടേക്കുന്ന വേഷത്തിലാണ് വരുന്നത്. നിൽക്കുന്ന വേഷത്തിൽ കയ്യിൽ കിട്ടാവുന്നതെല്ലാം എടുത്തു വെച്ച്. എനിക്ക് തോന്നി ഈ ഡ്രസ്സൊക്കെ മുന്നേ പാക്ക് ചെയ്ത് വെച്ചിരുന്ന തോന്നുന്നു. ആക്ച്വലി ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ് വേണം. ഇതാണ്ട ബാഗ്, 2 ബാഗ്, പിന്നെ ഒരു കവറിനകത്ത് സാധനം എല്ലാം കൂടി എടുത്തോണ്ടാണ് പോകുന്നത്. നല്ല പരിപാടി തന്നെ. അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. നിർലോഭം സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോ അല്പമെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്ന പാവല്ലേ. ലവ് മാരേജ് ആണോ? എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഇത്രയും കാലം വളർത്തി പഠിപ്പിച്ച് വലുതാക്കി എന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ, ഇനി ഒന്നും പേടിക്കാനില്ല. പുള്ളിയുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും. കാരണം ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭാര്യ, അതും വെറും ഒരു കച്ചറ ഒരുത്തൻ. അവന് ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ഭയങ്കര തൽപരകക്ഷിയാണെന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ. എനിക്കിതിലേ താല്പര്യമുള്ളൂ. കർമ്മയെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മോളായി നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്റെ വിധിയാണെന്ന് ഓർത്ത് ഞാൻ സമാധാനിക്കാം. അല്ലാതെ